പുറപ്പാട് അധ്യായം 6. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും. അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു. എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങളറിയും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും. ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യഥയും ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കുമോ? പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ്. കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചു, ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും പറയുക. മോശയുടെയും അഹ്റോന്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി ഇവരാകുന്നു റൂബൻ ഗോത്രത്തിലെ തലവന്മാർ. ശിമെയോന്റെ പുത്രന്മാർ യമുവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹാർ, കാനാൻകാരിയിൽ നിന്നുള്ള ഷാവൂൽ ഇവരാകുന്നു ശിമെയോന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാർ. കുലങ്ങളനുസരിച്ച് ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. ലേവിയുടെ ജീവിതകാലം 137 വർഷമായിരുന്നു. ഗർഷോന്റെ പുത്രന്മാർ ലിബ്നി, ഷിമെയി എന്നിവരും അവരുടെ കുടുംബങ്ങളും. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. കൊഹാത്തിന്റെ ജീവിതകാലം 133 വർഷമായിരുന്നു. മൊറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. തലമുറയനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ്. അമ്രാം തൻ്റെ പിതൃസഹോദരിയായ യോഖെബെദിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ, മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു. അമ്രാമിൻ്റെ ജീവിതകാലം 137 വർഷമായിരുന്നു. ഇസ്ഹാറിൻ്റെ പുത്രന്മാർ കോറഹ്, നെഫഗ്, സിക്രി. ഉസിയേലിൻ്റെ പുത്രന്മാർ മിഷായേൽ, എൽസാഫാൻ, സിത്രി. അഹറോൻ അമ്മീനാദാവിൻ്റെ മകളും നഹ്ഷോന്റെ സഹോദരിയുമായ എലീഷേബായെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ്, അബീഹു, എലയാസർ, ഇത്താമാർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. കോറഹിന്റെ പുത്രന്മാർ അസീർ,
എൽക്കാന, അബിയാസാഫ്. ഇവരാണ് കോറഹ് വംശജർ. അഹറോന്റെ പുത്രനായ എലയാസർ പുത്തിയേലിൻ്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് ഫിനഹാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരിക എന്ന് കർത്താവ് കൽപ്പിച്ചത് ഈ അഹറോനോടും മോശയോടുമാണ്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഇവരാണ്. ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ കർത്താവാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോയോട് നീ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു: സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ. ഫറവോ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ? പുറപ്പാട് അധ്യായം 7. കർത്താവ് മോശയോട് പറഞ്ഞു: ഇതാ, ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെപ്പോലെ ആക്കിയിരിക്കുന്നു. നിന്റെ സഹോദരനായ അഹറോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹറോനോട് പറയണം. ഫറവോ തൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹറോൻ അവനോട് സംസാരിക്കട്ടെ. ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും. ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. എങ്കിലും ഫറവോ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് എൻ്റെ സൈന്യവും ജനവുമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഞാൻ ഈജിപ്തിനെതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. മോശയും അഹറോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവർ ഫറവോയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് 80 അഹറോന് 83 വയസ്സായിരുന്നു. കർത്താവ് മോശയോടും അഹറോനോടും പറഞ്ഞു: ഫറവോ നിങ്ങളോട് ഒരടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹറോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുമ്പിലിടുക എന്ന് പറയണം. അത് സർപ്പമായി മാറും. മോശയും അഹറോനും ഫറവോയുടെ അടുത്ത് ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹറോൻ വടി ഫറവോയുടെയും സേവകരുടെയും മുമ്പിൽ ഇട്ടു. അത് സർപ്പമായി. അപ്പോൾ ഫറവോ വിജ്ഞന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി. തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു. അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി. എന്നാൽ അഹറോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരുടെ വാക്ക് കേട്ടില്ല. കർത്താവ് മോശയോട് പറഞ്ഞു: ഫറവോ കഠിനഹൃദയനായി തീർന്നിരിക്കുന്നു. അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കുന്നു. രാവിലെ നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക. അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം. സർപ്പമായി മാറിയ വടിയും കയ്യിലെടുത്തുകൊള്ളുക. നീ അവനോട് പറയണം: ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. എന്നാൽ നീ ഇതുവരെ അത് അനുസരിച്ചില്ല. കർത്താവ് പറയുന്നു: ഞാനാണ് കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും. ഇതാ, എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നൈലിലെ ജലത്തിന്മേൽ അടിക്കും. ജലം രക്തമയമായി മാറും. നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും. നദി ദുർഗന്ധം വമിക്കും. നദിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ ഈജിപ്തുകാർക്ക് കഴിയാതെ വരും. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു: അഹ്റോനോട് പറയുക, നീ വടി കയ്യിലെടുത്ത് നിന്റെ കൈ ഈജിപ്തിലെ ജലത്തിന്മേൽ, അവിടുത്തെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടുക.
ജലം രക്തമായി മാറും. ഈജിപ്തിലെങ്ങും മരപ്പാത്രങ്ങളിലും കൽപാത്രങ്ങളിൽ പോലും രക്തം കാണപ്പെടും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുമ്പിൽ വെച്ച് അവൻ വടി ഉയർത്തി നദീജലത്തിന്മേൽ അടിച്ചു. നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി. നദിയിലെ മത്സ്യങ്ങളെല്ലാം ചത്തൊടുങ്ങി. നദി ദുർഗന്ധം വമിച്ചു. ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ കഴിഞ്ഞില്ല. ഈജിപ്തിലെങ്ങും രക്തം കാണപ്പെട്ടു. ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ അപ്രകാരം ചെയ്തു. കർത്താവ് പറഞ്ഞതുപോലെ ഫറവോ കൂടുതൽ കഠിനഹൃദയനായി. അവൻ അവരുടെ വാക്ക് കേട്ടുമില്ല. ഫറവോ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ഇക്കാര്യം അവൻ ഗവനിച്ചില്ല. നദീജലം കുടിക്കുക അസാധ്യമായി തീർന്നപ്പോൾ ഈജിപ്തുകാർ കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി നദീതീരത്ത് കുഴികളുണ്ടാക്കി. കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞു. പുറപ്പാട് അധ്യായം 8. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും. നദിയിൽ തവളകൾ പെരുകും. നിന്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് കഴിക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും. നിന്റെയും ജനത്തിൻ്റെയും സേവകരുടെയും മേൽ അവ പറന്നു കയറും. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹ്റോനോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക. അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു. മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി. അനന്തരം ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു, എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ. കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം. മോശ ഫറവോയോട് പറഞ്ഞു, തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക. ഫറവോ പറഞ്ഞു, നാളെ. മോശ തുടർന്നു, അങ്ങനെയാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരുമില്ലെന്ന് അങ്ങനെ നീ ഗ്രഹിക്കും. തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. മോശയും അഹ്റോനും ഫറവോയുടെ അടുത്ത് നിന്ന് പോയി. തവളകളെക്കുറിച്ച് താൻ ഫറവോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു. മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു. വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി. അവർ അവയെ വലിയ കൂനകളായി കൂട്ടി. നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു. സ്വൈര്യം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. കർത്താവ് മോശയോട് പറഞ്ഞു, നീ അഹ്റോനോട് പറയുക, നിന്റെ വടി കൊണ്ട് നിലത്തെ പൂഴിയിലടിക്കുക. അപ്പോൾ അത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും. അവൻ അപ്രകാരം ചെയ്തു. അഹ്റോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിലടിച്ചു. ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു. ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ പേൻ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചു, എന്നാൽ സാധിച്ചില്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു. അപ്പോൾ മന്ത്രവാദികൾ ഫറവോയോട് പറഞ്ഞു, ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു.
എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഫറവോ കഠിനഹൃദയനായി നിലകൊണ്ടു. അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോ നദിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം, കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും. അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും. അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും. എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോഷൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും. അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീ ഗ്രഹിക്കും. എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും. ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും. കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഫറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല, ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു. ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി. അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിച്ചുകൊള്ളുവിൻ. മോശ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർ കാണുകെ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയില്ലേ? കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. മോശ ഫറവോയോട് പറഞ്ഞു, ഞാൻ ഉടനെ നിന്നെ വിട്ടുപോവുകയാണ്. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരുന്നാൽ മതി. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് മോശയുടെ അപേക്ഷ അനുസരിച്ച് പ്രവർത്തിച്ചു. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല. എന്നാൽ ഫറവോ ഈ പ്രാവശ്യവും ഹൃദയം കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. പുറപ്പാട് അധ്യായം 9. കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ, കുതിര, കഴുത, ഒട്ടകം, കാള, ആട് എന്നിവയുടെ മേൽ നിപതിക്കും. അവയെ മഹാമാരി ബാധിക്കും. ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും. ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കയില്ല. കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി. എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല. ഫറവോ ആളയച്ചന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു. അതിനാൽ അവൻ്റെ ഹൃദയം കഠിനമായി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരുക. ഫറവോ കാണുകെ മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ.
അത് ഈജിപ്ത് രാജ്യം മുഴുവനും ധൂളിയായി വ്യാപിക്കും. അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുണ്ടാക്കും. അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരമെടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിലെത്തി. മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുണ്ടാക്കി. എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു, അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാളില്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും. ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ? ഈജിപ്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും. ആകയാൽ ഉടനെ ആളയച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കുക. എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും. ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിലെത്തിച്ചു. എന്നാൽ കർത്താവിൻ്റെ വാക്കിനെ ഗവനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക. ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ. മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി. കർത്താവ് ഇടിയും കന്മഴയും അയച്ചു. മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു. ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണരുകൾ ഇടകലർന്ന ശക്തമായ കന്മഴ വർഷിച്ചു. അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻമരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു. ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷനിൽ മാത്രം കന്മഴ പെയ്തില്ല. ഫറോ മോശയെയും അഹ്റോനെയും ആളയച്ചു വരുത്തി പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. കർത്താവ് നീതിമാനാണ്, ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ്. ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. ഞാൻ നിങ്ങളെ വിട്ടയക്കാം. ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട. മോശ അവനോട് പറഞ്ഞു, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും. എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. കതിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഗോതമ്പിനങ്ങളിലൊന്നും
നശിപ്പിച്ചില്ല, കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിൻ്റെ വെളിയിലേക്ക് പോയി കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചു. ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു. അതിനുശേഷം മഴ പെയ്തില്ല. മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിനഹൃദയരാവുകയും ചെയ്തു. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. പുറപ്പാട് അധ്യായം 10. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഫറവോയുടെ അടുക്കിലേക്ക് പോവുക. ഞാൻ ഫറവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഡ്ഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ചു കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത്. മോശയും അഹറോനും ഫറവോയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു, എത്ര നാൾ നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും? എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വെട്ടുക്കിളികളെ അയക്കും. അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചു കളയും. കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും. അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്നു നശിപ്പിക്കും. നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരെല്ലാവരുടെയും വീടുകളിൽ അവ വന്ന് നിറയും. നിന്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല. അതിനുശേഷം അവൻ ഫറവോയുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോയി. അപ്പോൾ ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു, ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കണം? തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ? ആകയാൽ അവർ മോശയെയും അഹറോനെയും ഫറവോയുടെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. എന്നാൽ ആരെല്ലാമാണ് പോകുന്നത്? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രീപുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത്. ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം. കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജാമഹോത്സവം ആഘോഷിക്കാനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ? കർത്താവ് നിങ്ങളെ കാക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി. അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഉടൻ തന്നെ അവർ ഫറവോയുടെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കൃതരായി. പിന്നീട് കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ഈജിപ്തിൻ്റെ മേൽ കൈനീട്ടുക. കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്നു നശിപ്പിക്കുന്നതിന് വെട്ടുക്കിളികൾ വരട്ടെ. മോശ തൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി. അന്ന് പകലും രാത്രിയും മുഴുവൻ ആ നാടിൻ്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളികളെ കൊണ്ടുവന്നു. വെട്ടുക്കിളികൾ ഈജിപ്തിനെ ആകെ ആക്രമിച്ചു. അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു.
ഇത്ര വിപുലമായ വെട്ടുക്കിളിക്കൂട്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അവ ദേശമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി. നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു. ഈജിപ്തിൽ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല. ഫറവോ തിടുക്കത്തിൽ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനും നിങ്ങൾക്കുമെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി. ആകയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം. മാരകമായ ഈ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു. അത് വെട്ടിക്കിളികളെ തൂത്തുവാരി ചെങ്കടലിലെറിഞ്ഞു. അവയിലൊന്നുപോലും ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവശേഷിച്ചില്ല. എങ്കിലും കർത്താവ് ഫറവോയെ കഠിനചിത്തനാക്കുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ, തൊട്ടറിയാവുന്ന ഇരുട്ട്. മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി. ഈജിപ്ത് മുഴുവനും 3 ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു. അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചുകൊള്ളുവിൻ. ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ, കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കുവാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടി പോരണം. ഒന്നുപോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം. കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കർത്താവ് ഫറവോയെ കഠിനചിത്തനാക്കുകയാൽ അവൻ അവരെ വിട്ടയച്ചില്ല. ഫറവോ മോശയോട് പറഞ്ഞു, എൻ്റെ കൺമുമ്പിൽ നിന്ന് പോവുക. ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. എന്നെ കാണുന്ന ദിവസം നീ മരിക്കും. മോശ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാനിനി നിന്നെ കാണുകയില്ല. Chapter 6. Then the Lord answered Moses, Now you shall see what I will do to Pharaoh. Forced by my mighty hand he will send them away. Compelled by my outstretched arm he will drive them from his land. God also said to Moses, I am the Lord. As God the Almighty I appeared to Abraham, Isaac, and Jacob, but my name, Lord, I did not make known to them. I also established my covenant with them, to give them the land of Canaan, the land in which they were living as aliens. And now that I have heard the groaning of the Israelites, whom the Egyptians are treating as slaves, I am mindful of my covenant. Therefore say to the Israelites, I am the Lord. I will free you from the forced labor of the Egyptians, and will deliver you from their slavery. I will rescue you by my outstretched arm and with mighty acts of judgment. I will take you as my own people, and you shall have me as your God. You will know that I, the Lord, am your God, when I free you from the labor of the Egyptians, and bring you into the land which I swore to give to Abraham, Isaac, and Jacob. I will give it to you as your own possession, I, the Lord. But when Moses told this to the Israelites, they would not listen to him because of their dejection and hard slavery. Then the Lord said to Moses, Go and tell Pharaoh, king of Egypt, to let the Israelites leave his land. But Moses protested to the Lord, If the Israelites would not listen to me, how can it be that Pharaoh will listen to me, poor speaker that I am? Still,
The Lord, to bring the Israelites out of Egypt, spoke to Moses and Aaron, and gave them his orders regarding both the Israelites and Pharaoh, king of Egypt. These are the heads of the ancestral houses. The sons of Reuben, the firstborn of Israel, were Hanoch, Palu, Hezron, and Carmi. These are the clans of Reuben. The sons of Simeon were Jemuel, Jamin, Ohad, Jachin, Zohar, and Shaul, who was the son of a Canaanite woman. These are the clans of Simeon. The names of the sons of Levi, in their genealogical order, are Gershon, Kohath, and Merari. Levi lived 137 years. The sons of Gershon, as heads of clans, were Libni and Shimei. The sons of Kohath were Amram, Ishar, Hebron, and Uzziel. Kohath lived 133 years. The sons of Merari were Malai and Mushai. These are the clans of Levi in their genealogical order. Amram married his aunt Jochebed, who bore him Aaron, Moses, and Miriam. Amram lived 137 years. The sons of Ishar were Korah, Nepheg, and Zikri. The sons of Uzziel were Mishael, Elzaphan, and Zithri. Aaron married Aminadab's daughter, Elisheba, the sister of Nahshon. She bore him Nadab, Abihu, Eleazar, and Ithamar. The sons of Korah were Asir, Elkanah, and Abiasaph. These are the clans of the Korahites. Aaron's son, Eleazar, married one of Putiel's daughters, who bore him Phinehas. These are the heads of the ancestral clans of the Levites. This is the Aaron, and this the Moses, to whom the Lord said, Lead the Israelites from the land of Egypt, company by company. These are the ones who spoke to Pharaoh, king of Egypt, to bring the Israelites out of Egypt, the same Moses and Aaron. On the day the Lord spoke to Moses in Egypt, he said, I am the Lord. Repeat to Pharaoh, king of Egypt, all that I tell you. But Moses protested to the Lord, Since I am a poor speaker, how can it be that Pharaoh will listen to me? Chapter 7. The Lord answered him, See, I have made you as God to Pharaoh, and Aaron your brother shall act as your prophet. You shall tell him all that I command you. In turn your brother Aaron shall tell Pharaoh to let the Israelites leave his land. Yet I will make Pharaoh so obstinate that, despite the many signs and wonders that I will work in the land of Egypt, he will not listen to you. Therefore I will lay my hand on Egypt, and by great acts of judgment I will bring the hosts of my people the Israelites out of the land of Egypt, so that the Egyptians may learn that I am the Lord, as I stretch out my hand against Egypt, and lead the Israelites out of their midst. Moses and Aaron did as the Lord had commanded them. Moses was 80 years old, and Aaron 83 when they spoke to Pharaoh. The Lord told Moses and Aaron, If Pharaoh demands that you work a sign or wonder, you shall say to Aaron, Take your staff and throw it down before Pharaoh, and it will be changed into a snake. Then Moses and Aaron went to Pharaoh, and did as the Lord had commanded. Aaron threw his staff down before Pharaoh and his servants, and it was changed into a snake. Pharaoh, in turn, summoned wise men and sorcerers, and they also, the magicians of Egypt, did likewise by their magic arts. Each one threw down his staff, and it was changed into a snake. But Aaron's staff swallowed their staffs. Pharaoh, however, was obstinate, and would not listen to them, just as the Lord had foretold. Then the Lord said to Moses, Pharaoh is obdurate in refusing to let the people go. Tomorrow morning, when he sets out for the water, go and present yourself by the river bank, holding in your hand the staff that turned into a serpent. Say to him, The Lord, the God of the Hebrews, sent me to you with a message, Let my people go to worship me in the desert. But as yet you have not listened. The Lord now says, This is how you shall know that I am the Lord. I will strike the water of the river with the staff I hold, and it shall be changed into blood. The fish in the river shall die, and the river itself shall become so polluted that the Egyptians will be unable to drink its water. The Lord then said to Moses, Say to Aaron, Take your staff and stretch out your hand over the waters of Egypt, their streams and canals and pools, all their supplies of water, that they may become blood. Throughout the land of Egypt there shall be blood, even in the wooden pails and stone jars.
Moses and Aaron did as the Lord had commanded. Aaron raised his staff and struck the waters of the river in full view of Pharaoh and his servants, and all the water of the river was changed into blood. The fish in the river died, and the river itself became so polluted that the Egyptians could not drink its water. There was blood throughout the land of Egypt. But the Egyptian magicians did the same with their magic arts. So Pharaoh remained obstinate and would not listen to Moses and Aaron, just as the Lord had foretold. He turned away and went into his house, with no concern even for this. All the Egyptians had to dig in the neighborhood of the river for drinking water, since they could not drink the river water. 7 days passed after the Lord had struck the river. Then the Lord said to Moses, "Go to Pharaoh and tell him, 'Thus says the Lord, let my people go to worship me. If you refuse to let them go, I warn you, I will send a plague of frogs over all your territory. The river will teem with frogs. They will come up into your palace and into your bedroom and onto your bed, into the houses of your servants too and your subjects, even into your ovens and your kneading bowls. The frogs will swarm all over you and your subjects and your servants.'" Chapter 8. The Lord then told Moses, "Say to Aaron, stretch out your hand and your staff over the streams and canals and pools, to make frogs overrun the land of Egypt." Aaron stretched out his hand over the waters of Egypt, and the frogs came up and covered the land of Egypt. But the magicians did the same by their magic arts. They too made frogs overrun the land of Egypt. Then Pharaoh summoned Moses and Aaron and said, "Pray the Lord to remove the frogs from me and my subjects, and I will let the people go to offer sacrifice to the Lord." Moses answered Pharaoh, "Do me the favor of appointing the time when I am to pray for you and your servants and your subjects, that the frogs may be taken away from you and your houses, and be left only in the river." "Tomorrow," said Pharaoh. Then Moses replied, "It shall be as you have said, so that you may learn that there is none like the Lord our God. The frogs shall leave you and your houses, your servants and your subjects, only in the river shall they be left." After Moses and Aaron left Pharaoh's presence, Moses implored the Lord to fulfill the promise he had made to Pharaoh about the frogs, and the Lord did as Moses had asked. The frogs in the houses and courtyards and fields died off. Heaps and heaps of them were gathered up, and there was a stench in the land. But when Pharaoh saw that there was a respite, he became obdurate, and would not listen to them, just as the Lord had foretold. Thereupon the Lord said to Moses, "Tell Aaron to stretch out his staff and strike the dust of the earth, that it may be turned into gnats throughout the land of Egypt." They did so. Aaron stretched out his hand, and with his staff he struck the dust of the earth, and gnats came upon man and beast. The dust of the earth was turned into gnats throughout the land of Egypt. Though the magicians tried to bring forth gnats by their magic arts, they could not do so. As the gnats infested man and beast, the magicians said to Pharaoh, "This is the finger of God." Yet Pharaoh remained obstinate and would not listen to them, just as the Lord had foretold. Again the Lord told Moses, "Early tomorrow morning present yourself to Pharaoh when he goes forth to the water, and say to him, 'Thus says the Lord, let my people go to worship me. If you will not let my people go, I warn you, I will loose swarms of flies upon you and your servants and your subjects and your houses. The houses of the Egyptians and the very ground on which they stand shall be filled with swarms of flies. But on that day I will make an exception of the land of Goshen. There shall be no flies where my people dwell, that you may know that I am the Lord in the midst of the earth. I will make this distinction between my people and your people. This sign shall take place tomorrow." This the Lord did. Thick swarms of flies entered the house of Pharaoh and houses of his servants. Throughout Egypt the land was infested with flies. Then Pharaoh summoned Moses and Aaron and said to them, "Go and offer sacrifice to your God in this land." But Moses replied, "It is not right to do so, for the sacrifices we offer to the Lord our God are an abomination to the Egyptians.
If before their very eyes we offer sacrifices which are an abomination to them, will not the Egyptians stone us? We must go a 3 days' journey in the desert to offer sacrifice to the Lord our God, as he commands us. Well then, said Pharaoh, I will let you go to offer sacrifice to the Lord your God in the desert, provided that you do not go too far away, and that you pray for me. Moses answered, As soon as I leave your presence, I will pray to the Lord that the flies may depart tomorrow from Pharaoh and his servants and his subjects. Pharaoh, however, must not play false again by refusing to let the people go to offer sacrifice to the Lord. When Moses left Pharaoh's presence, he prayed to the Lord, and the Lord did as Moses had asked. He removed the flies from Pharaoh and his servants and subjects. Not one remained. But once more Pharaoh became obdurate and would not let the people go. Chapter 9. Then the Lord said to Moses, Go to Pharaoh and tell him, Thus says the Lord, the God of the Hebrews, Let my people go to worship me. If you refuse to let them go and persist in holding them, I warn you, the Lord will afflict all your livestock in the field, your horses, asses, camels, herds, and flocks, with a very severe pestilence. But the Lord will distinguish between the livestock of Israel and that of Egypt, so that none belonging to the Israelites will die. And setting a definite time, the Lord added, Tomorrow the Lord shall do this in the land. And on the next day the Lord did so. All the livestock of the Egyptians died, but not one beast belonging to the Israelites. But though Pharaoh's messengers informed him that not even one beast belonging to the Israelites had died, he still remained obdurate and would not let the people go. Then the Lord said to Moses and Aaron, Take a double handful of soot from a furnace, and in the presence of Pharaoh let Moses scatter it toward the sky. It will then turn into fine dust over the whole land of Egypt, and cause festering boils on man and beast throughout the land. So they took soot from a furnace and stood in the presence of Pharaoh. Moses scattered it toward the sky, and it caused festering boils on man and beast. The magicians could not stand in Moses' presence, for there were boils on the magicians no less than on the rest of the Egyptians. But the Lord made Pharaoh obstinate, and he would not listen to them, just as the Lord had foretold to Moses. Then the Lord told Moses, Early tomorrow morning present yourself to Pharaoh, and say to him, Thus says the Lord, the God of the Hebrews, Let my people go to worship me, or this time I will hurl all my blows upon you and your servants and your subjects, that you may know that there is none like me anywhere on earth. For by now I would have stretched out my hand, and struck you and your subjects with such pestilence as would wipe you from the earth. But this is why I have spared you, to show you my power, and to make my name resound throughout the earth. Will you still block the way for my people by refusing to let them go? I warn you then, tomorrow at this hour I will rain down such fierce hail as there has never been in Egypt from the day the nation was founded up to the present. Therefore order all your livestock and whatever else you have in the open fields to be brought to a place of safety. Whatever man or beast remains in the fields and is not brought to shelter shall die when the hail comes upon them. Some of Pharaoh's servants feared the warning of the Lord and hurried their servants and livestock off to shelter. Others, however, did not take the warning of the Lord to heart, and left their servants and livestock in the fields. The Lord then said to Moses, Stretch out your hand toward the sky, that hail may fall upon the entire land of Egypt, on man and beast, and every growing thing in the land of Egypt. When Moses stretched out his staff toward the sky, the Lord sent forth hail and peals of thunder. Lightning flashed toward the earth, and the Lord rained down hail upon the land of Egypt. And lightning constantly flashed through the hail, such fierce hail as had never been seen in the land since Egypt became a nation. It struck down every man and beast that was in the open throughout the land of Egypt. It beat down every growing thing, and splintered every tree in the fields. Only in the land of Goshen, where the Israelites dwelt, was there no hail. Then Pharaoh summoned Moses and Aaron, and said to them, I have sinned again. The Lord is just.
It is I and my subjects who are at fault. Pray to the Lord, for we have had enough of God's thunder and hail. Then I will let you go. You need stay no longer." Moses replied, "As soon as I leave the city, I will extend my hands to the Lord. The thunder will cease, and there will be no more hail. Thus you shall learn that the earth is the Lord's, but you and your servants, I know, do not yet fear the Lord God." Now the flax and the barley were ruined, because the barley was in ear and the flax in bud. But the wheat and the spelt were not ruined, for they grow later. When Moses had left Pharaoh's presence and had gone out of the city, he extended his hands to the Lord. Then the thunder and the hail ceased, and the rain no longer poured down upon the earth. But Pharaoh, seeing that the rain and hail and thunder had ceased, sinned again. He with his servants became obdurate, and in his obstinacy he would not let the Israelites go, as the Lord had foretold through Moses. Chapter 10. Then the Lord said to Moses, "Go to Pharaoh, for I have made him and his servants obdurate, in order that I may perform these signs of mine among them, and that you may recount to your son and grandson how ruthlessly I dealt with the Egyptians, and what signs I wrought among them, so that you may know that I am the Lord." So Moses and Aaron went to Pharaoh and told him, "Thus says the Lord, the God of the Hebrews, How long will you refuse to submit to me? Let my people go to worship me. If you refuse to let my people go, I warn you, tomorrow I will bring locusts into your country. They shall cover the ground, so that the ground itself will not be visible. They shall eat up the remnant you saved unhurt from the hail, as well as all the foliage that has since sprouted in your fields. They shall fill your houses and the houses of your servants and of all the Egyptians, such a sight your fathers or grandfathers have not seen from the day they first settled on this soil up to the present day." With that he turned and left Pharaoh. But Pharaoh's servants said to him, "How long must he be a menace to us? Let the men go to worship the Lord their God. Do you not yet realize that Egypt is being destroyed?" So Moses and Aaron were brought back to Pharaoh, who said to them, "You may go and worship the Lord your God, but how many of you will go?" "Young and old must go with us," Moses answered. "Our sons and daughters, as well as our flocks and herds, must accompany us. That is what a feast of the Lord means to us." "The Lord help you," Pharaoh replied, "if I ever let your little ones go with you. Clearly you have some evil in mind." No, just you men can go and worship the Lord. After all, that is what you want." With that they were driven from Pharaoh's presence. The Lord then said to Moses, "Stretch out your hand over the land of Egypt, that locusts may swarm over it and eat up all the vegetation and whatever the hail has left." So Moses stretched out his staff over the land of Egypt, and the Lord sent an east wind blowing over the land all that day and all that night. At dawn the east wind brought the locusts. They swarmed over the whole land of Egypt and settled down on every part of it. Never before had there been such a fierce swarm of locusts, nor will there ever be. They covered the surface of the whole land till it was black with them. They ate up all the vegetation in the land and the fruit of whatever trees the hail had spared. Nothing green was left on any tree or plant throughout the land of Egypt. Hastily Pharaoh summoned Moses and Aaron and said, "I have sinned against the Lord your God and against you. But now do forgive me my sin once more, and pray the Lord your God to take at least this deadly pest from me." When Moses left the presence of Pharaoh, he prayed to the Lord, and the Lord changed the wind to a very strong west wind, which took up the locusts and hurled them into the Red Sea. But though not a single locust remained within the confines of Egypt, the Lord made Pharaoh obstinate, and he would not let the Israelites go. Then the Lord said to Moses, "Stretch out your hand toward the sky, that over the land of Egypt there may be such intense darkness that one can feel it." So Moses stretched out his hand toward the sky, and there was dense darkness throughout the land of Egypt for 3 days. Men could not see one another, nor could they move from where they were for 3 days. But all the Israelites had light where they dwelt. Pharaoh then summoned Moses and Aaron and said, "Go and worship the Lord. Your little ones too may go with you,
but your flocks and herds must remain." Moses replied, "You must also grant us sacrifices and holocausts to offer up to the Lord our God. Hence our livestock also must go with us. Not an animal must be left behind. Some of them we must sacrifice to the Lord our God, but we ourselves shall not know which ones we must sacrifice to him until we arrive at the place itself." But the Lord made Pharaoh obstinate, and he would not let them go. "Leave my presence," Pharaoh said to him, "and see to it that you do not appear before me again. The day you appear before me you shall die." Moses replied, "Well said, I will never appear before you again."